കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ പ്രഭാത വന്ദനങ്ങൾ. തിരുസന്നിധി എന്നുള്ള നമ്മുടെ ശുശ്രൂഷ ഓരോ ദിവസവും അതിന്റെ ദൈവദിന കേൾവി എല്ലാവരുടെയും ഉള്ളങ്ങൾക്ക് ആശ്വാസവും സന്തോഷമായി തീരുന്നതിൽ ഞാൻ അത്യധികമായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, 2024 ആണ്ട് 6 മാസം നമ്മെ പിന്നിട്ടിരിക്കുകയാണ്. പുതിയൊരു മാസത്തിന്റെ പ്രാരംഭ ദിവസം, 7-ാം മാസം 1-ാം തീയതി. ഇവിടെ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദിയും പുകഴ്ചയും മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുവാൻ നമുക്കിന്ന് പ്രഭാതം ദൈവസന്നിധിയിൽ വിനിയോഗിക്കാം. അടുത്ത 6 മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം, സമാധാനം, കർത്താവ് നൽകുന്ന സ്വസ്ഥത എല്ലാം അനുഭവിച്ച് ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി, വിശുദ്ധരായി, പ്രിയമക്കളായി, ദൈവിക വാഗ്ദത്തത്തിന് അവകാശികളായി തീരുവാൻ എല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. തിരുസന്നിധി എന്നുള്ള പഠന പ്രഭാഷണ പരമ്പര ഏത് വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശലക്ഷ്യം. നമ്മെ വിശുദ്ധിയിൽ നിലനിർത്തുവാൻ അതിനാവശ്യമായിരിക്കുന്ന ദൈവിക സത്യങ്ങൾ, വചന വെളിപ്പാടുകൾ, ആത്മീയ മർമ്മങ്ങൾ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോ ദിവസവും പകർന്നു നൽകുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഈ വലിയ അവസരങ്ങൾക്കായി ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ഇവിടെ ഒരു ആണ്ടിന്റെ ആരംഭമല്ല, എന്നാൽ പോലും അടുത്തൊരു ഹാഫ് ഇയർലി, അർത്ഥവർഷം എന്ന് നാം പറയും. അടുത്ത 6 മാസങ്ങൾ കർത്താവിന് വരെ താമസിക്കുന്നെങ്കിൽ നമ്മെ ജയത്തോടെ നടത്തുവാൻ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളിൽ നമ്മെ എപ്പോഴും എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം, എപ്പോഴും എല്ലായിടത്തും. ഈ സമയത്ത് തന്നെ നിങ്ങളത് ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വിടുതലാണ്. എപ്പോഴും എല്ലായിടത്തും നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം. പത്രോസ് ലീഗ പറയുന്നത്, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഭൗതികം ആവശ്യമാണ്, സാമ്പത്തികം ആവശ്യമാണ്, നമുക്ക് റിസോഴ്സുകൾ ആവശ്യമാണ്, നമ്മുടെ ദിനംതോറുമുള്ള ആവശ്യങ്ങളിൽ ദൈവിക സഹായങ്ങൾ ആവശ്യമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉപജീവന മാർഗങ്ങൾ, അധ്വാന ഫലങ്ങൾ, കൈയുടെ പ്രവൃത്തി, അതെല്ലാം നമുക്ക് ഓരോ സമയങ്ങളിൽ അതിന്റെ അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് ചേർന്ന് പറയാം, അതെ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ജയത്തോടെ നടത്തുന്ന മാത്രമല്ല, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വൻ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ സന്ദർഭം നമുക്ക് വിനിയോഗിക്കാം. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ അവസാനമല്ല, ഈ ലോകത്തിന് അവസാനം ഉണ്ടാവുന്ന നാൾ വരെ, യുഗങ്ങളുടെ അവസാനം വരെ ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെയുണ്ട്. അതാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കും. അതിനർത്ഥം പ്രിയമുള്ളവരെ, നമ്മെ കാണുന്ന ഒരു ദൈവം, നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മളെ എപ്പോഴും എല്ലായിടത്തും അത്ഭുതമായി നടത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ജൂലൈ മാസം മുതൽ അടുത്ത ഡിസംബർ 31 വരെയും നാം ഈ ഭൂമിയിലായിരിക്കുന്ന ഈ ഒരു സംവത്സരത്തിന്റെ അടുത്ത ദിനങ്ങൾ 24/7, അത് ഓരോ പ്രഭാതങ്ങളിൽ മാത്രമല്ല, മധ്യാഹ്നങ്ങളിൽ മാത്രമല്ല, സായാഹ്നങ്ങളിൽ മാത്രമല്ല, രാക്കാലങ്ങളിൽ മാത്രമല്ല, രാത്രിയുടെ ഓരോ യാമങ്ങളിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ, കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെ, നിങ്ങളുടെ നിയമദൂതന്റെ സംരക്ഷണം നിങ്ങളോട് കൂടെ. എത്ര വലിയ സുരക്ഷിതത്വം, എത്ര വലിയ പ്രൊട്ടക്ഷൻ, എത്ര വലിയ കരുതൽ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ സവിനയം സമർപ്പിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15:57 അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ജയം നൽകും. തിന്മകളെ മറന്നേക്ക്, ദോഷങ്ങളെ മറന്നേക്ക്. നിങ്ങൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ പലവിധമായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഇല്ലായ്മകൾ, പോരായ്മകൾ, പ്രശ്നങ്ങൾ, ഇതുവരെയും പരിഹാരമില്ലാത്ത വിഷയങ്ങളൊക്കെ നാം നേരിട്ടവരാണ്, അല്ലെങ്കിൽ നേരിടുന്നവരാണ്. പക്ഷേ ഏറ്റവും വലിയ സദ്വർത്തമാനം, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. പ്രശ്നമല്ല വിഷയം, പരിഹാരകനാണ് വിഷയം. ഈ അർത്ഥപകുതിയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ദൈവകൃപ ധാരാളമായി നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ സമാധാനത്തോടെ നടത്തുക. ഫിലിപ്പിയർ ലേഖനം 4:6 വാക്യത്തിൽ വായിക്കുന്നത്, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിപ്പാനും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിപ്പാനും എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഉറയ്ക്കുവാനും ഇടയാകുന്നെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണും, വലിയ വിടുതലുകൾ കാണും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത്, വിശ്വസിച്ചാൽ നാം മഹത്വം കാണും. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങൾ, ദിനങ്ങളൊക്കെ ദൈവിക മഹത്വത്തിൽ ജീവിക്കും. മഹത്വത്തിൽ ജീവിക്കണമെങ്കിൽ ആദ്യം സാന്നിധ്യമാണ് ആവശ്യം. സാന്നിധ്യം കൊണ്ടുവരുന്നത് വീടിന്റെ വലിപ്പമോ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയോ, അല്ലെങ്കിൽ വ്യക്തിത്വ ഗുണവിശേഷങ്ങളോ, നിങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലമോ മറ്റൊന്നുമല്ല സാന്നിധ്യം കൊണ്ടുവരുന്നത് ആ വ്യക്തിയാണ്. പ്രസൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ ആ പേഴ്സൺ കടന്നു വരണം. അത് ക്രിസ്തുവാണ്. വ്യക്തി വരാതെ സാന്നിധ്യം വരുത്തി. യേശുവിന്റെ സാന്നിധ്യം നമുക്ക് കൊതിക്കാം. ആ കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കട്ടെ, മാറങ്ങളെ മധുരമാക്കി മാറ്റട്ടെ, തിന്മകളെ നന്മകളാക്കി തീർക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ
ശാപകരമായ ജീവിത അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നെങ്കിൽ ശാപത്തെയും അനുഗ്രഹമാക്കി മാറ്റും, പരാജയങ്ങളെ ജയമാക്കി മാറ്റും, താഴ്ചകളെ ഉയർച്ചയാക്കി മാറ്റുവാൻ, മാറയെ മധുരമാക്കി മാറ്റുവാൻ, വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്കായി ജീവിക്കും. നമുക്ക് ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കും. കൊലോസ്യ ലേഖനം 1:13 നാം വായിക്കുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടിവിച്ചു. വിടിവിക്കുമെന്നല്ല വിടിവിച്ചു. ആൾറെഡി ഇറ്റ് ഹാസ് ഡൺ. അത് സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിടുതൽ സംഭവിച്ചു കഴിഞ്ഞു. വിശ്വാസത്തിൽ പ്രാപിച്ചാൽ മാത്രം. വചനം വിശ്വസിക്കുക, വചനം ഏറ്റുപറയുക, വചനത്തിൽ ജീവിക്കുക, ദൈവസാന്നിധ്യം അന്വേഷിക്കുക. ഇതാണ് നമ്മുടെ കടമ. അവിടെ ധാരാളമായി കൃപ നിങ്ങളുടെ മേൽ പകരും. അവന്റെ അടുക്കൽ വന്നിട്ട് നാമും കൃപയാണ് പ്രാപിക്കുന്നത്. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപ മേൽ കൃപയാണ്. അതാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്, തത്സമയത്ത് സഹായിപ്പാനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് നമുക്ക് ഓരോ പ്രഭാതങ്ങളും അടുത്തു. അവിടെ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്, ദൈവത്തിന്റെ പരിപാലനമുണ്ട്, ദൈവത്തിന്റെ കാവലുണ്ട്, ദൈവത്തിന്റെ നടത്തിപ്പുണ്ട്. പ്രിയമുള്ളവരെ, ദുർഘടപാതകൾ, ക്ലേശകരമായ ജീവിത നാളുകൾ, അല്ലെങ്കിൽ പലവിധമായ ബുദ്ധിമുട്ടിന്റെ ദിവസങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ ഒന്നു മാറി കടന്നു വരും. പക്ഷെ അതിന്റെ നടുവിലെല്ലാം കാറ്റി അടങ്ങുക, കടലെ ശാന്തമാകുക എന്നറിയിച്ച കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ പടകിലും. തിരിച്ചുളയിൽ 4-ാമനായി കർത്താവ് കൂടെയും. സിംഹക്കൂട്ടിൽ ദാനിയേലിനോട് കൂടെ കർത്താവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ സർവശക്തന്റെ കരം ഉണ്ടായിരുന്നുകൊണ്ട് സിംഹങ്ങൾക്ക് ഈ വിശ്വത്തിനെ കേടുവരുത്തുവാൻ കഴിഞ്ഞില്ല. കാരാഗ്രഹത്തിൽ യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അത് നദിയിൽ കൂടെ കിടക്കുമ്പോൾ, നിങ്ങൾ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ, ആകാശമാർഗ്ഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ, തീയിൽ കൂടി എന്ന പോലെ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, അഗ്നിജാല ദഹിപ്പിക്കാതെ, വെള്ളം മുക്കിക്കളയാതെ, നദി നിങ്ങളുടെ മേൽ കവിയാതെ, ദുഷ്ടന്റെ തീയമ്പുകൾ നിങ്ങളെ തൊടാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സംരക്ഷണം. നമുക്കതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് വിശ്വസിക്കാം. വലിയ ദൈവിക വിടുതലുകൾ ഈ നാളുകൾ നാം അനുഭവിക്കുവാൻ കർത്താവ് ഏവർക്ക് കൃപ നൽകട്ടെ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ സ്നേഹസ്വരൂപനായ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കും. നിങ്ങളിപ്പോൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ കർത്താവിനോട് കൂടി ആയിരിക്കും. ഇതാണ് പുതിയ നിയമത്തിന്റെ വെളിപ്പാട്. വിടുവിച്ചു. എഫെസ്യർ 1:3 പറയുന്നത്, സ്വർഗ്ഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തു അനുഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങളെ എപ്പോഴും ജയവത്സമായി നടത്തുന്നു. ഈ വചന വെളിപ്പാടുകളിൽ നിങ്ങൾക്ക് ചെയ്യും. പ്രിയമുള്ളവരെ, വെളിപ്പാടിന് പുറത്ത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും കണ്ണുനീരും പലവിധമായ ശോധനകളും കെടുതികളും ഉണ്ടാകും എന്ന് നാം അറിയുന്നു. പക്ഷെ വെളിപ്പാടിനകത്ത്, വചനത്തിന്റെ വെളിപ്പാടിൽ, ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. നിങ്ങളുടെ കാര്യസ്ഥനെ അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങളുടെ പക്ഷം പിടിക്കും. അത് മാത്രമല്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതിച്ച്. പ്രിയമുള്ളവരെ, ഈ വെളിപ്പാടുകൾ, ഈ വചനങ്ങൾ, ഈ ദൂതുകൾ, ഈ പ്രവചന ശബ്ദങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാട്ടെ. 2024 അടുത്ത അർത്ഥവർഷം നിങ്ങളുടെ ലൈഫിൽ ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക സമൃദ്ധിയും അധ്വാന ഫലങ്ങളും സാമ്പത്തിക മേഖലകളും എല്ലാം സമർത്ഥമായി ദൈവികമായ അനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ സമ്പന്നമാക്കുവാൻ ദൈവം വിശ്വസിക്കും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നതല്ല, നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പരക്കം പായുന്നല്ല. സമ്പത്ത് ഉണ്ടാക്കുവാനോ ദൈവം അത്രേ ശക്തി നൽകുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുകൾ ഉണ്ടാകുന്നു. ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറക്കും. ഉറവുകളെ ദൈവം വെളിപ്പെടുത്തും. അടയാവും വഴികളെ ദൈവം തുറക്കും. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാം, വിശ്വാസം ഏറ്റുപറയാം, വചനത്തിൽ വെളിപ്പാടിൽ ജീവിക്കാം. ഈ ദിവസങ്ങൾ വളരെ അനുഗ്രഹങ്ങൾ അനുഭവിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.